ഞങ്ങളുടെ ഇരുട്ടിയിലും ഉണ്ടടാ ഇങ്ങനത്തെ സ്ഥലം. ഉം. ഹലോ ഓൾ, വെൽക്കം ടു ദേവൂസ് മമ്മാസ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കാണുന്നത് എൻ്റെ കൊച്ചിൻ്റെ 4ാമത്തെ ബർത്ത്ഡേൻ്റെ ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ്. ഞാൻ ഈ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലരെ അടക്കം പറച്ചിലുകൾ ഞാൻ കേട്ടു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? വെറുതെ കാശ് ചെലവല്ലേ, നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിലൊന്നും ആരും അങ്ങനെ തലകടത്തേണ്ട ആവശ്യമില്ല. ബട്ട് അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ ഇങ്ങനത്തെ ഓരോ മൈൽ സ്റ്റോൺസാണ് നമ്മുടെ ഓരോ സന്തോഷങ്ങൾ. അല്ലാണ്ട് എല്ലാം തികഞ്ഞു കഴിഞ്ഞിട്ട് സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ചെറിയ ചെറിയ മൊമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഓക്കെ, ഫൈൻ, അതെന്തേലും ആവട്ടെ. ആൻഡ് ഓൾസോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടുകാർക്ക് പോലും ഡൗട്ടാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറേ എഫേർട്ട് ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും ലോങ് ഡിസ്റ്റൻസ് ആണ്. ഐ മീൻ, എൻ്റെ ഹസ്ബൻഡ് ആഫ്രിക്കയിലാണ്, ഞാൻ നാട്ടിലാണ്. സോ എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ ചിന്തിക്കരുത് എൻ്റെ അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബർത്ത്ഡേ സൂപ്പർ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ അപ്പ സൂപ്പറായിട്ട് ചെയ്യുമല്ലോ എന്ന്. ഓക്കെ, അപ്പ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് പോലെയോ അതിൽ കൂടുതലോ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ എഫേർട്ടൊക്കെ ഇടുന്നത്. ഹെൽത്ത് ബുദ്ധിമുട്ടാണ്, എ- എ- എല്ലാം എല്ലാം നല്ല ബുദ്ധിമുട്ടോടു കൂടിയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഒരമ്മ നോക്കുമ്പോൾ ഇതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് സംഭവം ഞാൻ മാനേജ് ചെയ്യുന്നു. അതിനിടയ്ക്ക് സ്ട്രെസ്സ്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ബട്ട് ഞാൻ ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഇതിനെ എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ ഹാപ്പി ആക്കണം, അതിനു വേണ്ടി ചെയ്യുന്ന കുറേ എഫേർട്സാണ്. സോ അത് ഒറ്റയടിക്ക് വന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, ഇതൊന്നും ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വഷളായി പോകത്തേ ഉള്ളൂ. വഷളായി പോകുന്നതൊക്കെ സെക്കൻഡ് ആണ്. ഇതൊക്കെ എന്താ, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ പിന്നീട് ഓർത്ത് വെക്കാനും, അല്ലെങ്കിൽ അവർക്ക് വലുതാകുമ്പോൾ ഒരു മെമ്മറി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ 4ാം വയസ്സിലെ എൻ്റെ ഫോട്ടോഷൂട്ട് ഇങ്ങനെയാണല്ലോ, എൻ്റെ പേരൻസ് എനിക്ക് അത് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണ് അവരുടെ ഒരു അവർക്കും ഒരു ഹാപ്പിനെസ്, നമുക്കും ഒരു ഹാപ്പിനെസ്, പിന്നെ കാണുന്ന ചിലവർക്കും ഹാപ്പിനെസ്. ചില കുരു പൊട്ടുന്നവർക്കാണ് ഇതൊക്കെ ഒരു പ്രശ്നം. ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോടുള്ളൊരു മറുപടിയാണിത്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് എ ബിറ്റ് ഫൺ. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനാണിത്. എൻ്റെ കല്യാണം മുതൽ, കല്യാണം അത് കഴിഞ്ഞിട്ട് എല്ലാം, എൻ്റെ മക്കളുണ്ടായപ്പം അല്ലെങ്കിൽ പ്രഗ്നൻസി ഷൂട്ട്, അത് കഴിഞ്ഞിട്ടുള്ള 28 ബർത്ത്ഡേ എന്ന് വേണ്ട ഞങ്ങളുടെ എല്ലാത്തിനും ഈ ചേട്ടൻ തന്നെയാണ്. ആഫ്റ്റർ ഓൾ ഹീ ഈസ് എ ജെം. ആൻഡ് ഓൾസോ ഇരിട്ടിയിലുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള സ്ഥലത്ത് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിവേ, ഞങ്ങളുടെ 4th ബർത്ത്ഡേ സൂപ്പർബാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ പ്ലേസ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്ന്. അടിപൊളി സ്ഥലമാണ്. ഞങ്ങളുടെ ഇരുട്ടിയിലും ഉണ്ടടാ ഇങ്ങനത്തെ സ്ഥലം.